ദേവസ്വം ബോർഡ് നിയമനങ്ങൾക്ക് ബോണ്ട് സമ്പ്രദായം ഏർപ്പെടുത്തുന്നു. പുതിയ നിയമനങ്ങൾ 3 വർഷത്തേക്ക് ജോലി ഉപേക്ഷിക്കില്ലെന്ന വ്യവസ്ഥയോടെ മാത്രം 50,000 രൂപ ബോണ്ട് തുകയായി കെട്ടിവെക്കണമെന്നും വ്യവസ്ഥ. കരട് വിജ്ഞാപനത്തിന് അംഗീകാരം നൽകി ദേവസ്വം ബോർഡ്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നടക്കുന്ന നിയമനങ്ങൾക്കാണ് പുതിയ നിബന്ധന ഏർപ്പെടുത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സർവീസിൽ പ്രവേശിക്കുന്ന ജീവനക്കാർ 3 വർഷ കാലയളവിലേക്ക് ജോലി ഉപേക്ഷിക്കില്ലെന്ന സമ്മതപത്രം ഒപ്പിട്ട് നൽകണം. ഒപ്പം 50,000 രൂപ ബോണ്ടായി കെട്ടിവയ്ക്കുകയും വേണം. എട്ട് 2024 സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ റൂളിൽ ഉൾപ്പെടുത്തിയാണ് ബോണ്ട് സംവിധാനം ഏർപ്പെടുത്തുന്നത്. കാലാവധി, തുക എന്നിവയടക്കം ഉൾപ്പെടുത്തി ദേവസ്വം ലോ ഓഫീസർ തയ്യാറാക്കിയ കരട് വിജ്ഞാപനത്തിന് നവംബർ 19 ചേർന്ന ബോർഡ് യോഗം അംഗീകാരവും നൽകി. റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി സർവീസിൽ പ്രവേശിക്കുന്നവരിൽ ചിലർ മറ്റ് ജോലികൾ കിട്ടുമ്പോൾ വിടുതൽ വാങ്ങിപ്പോകുന്നത് ക്ലാർക്ക് തസ്തികയിൽ ജീവനക്കാരുടെ അപര്യാപ്തത ഉണ്ടാക്കുന്നുവെന്നാണ് പുതിയ പരിഷ്കരണത്തിനുള്ള കാരണമായി ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടുന്നത്. വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയുള്ള നിയമനങ്ങൾക്കെല്ലാം ബോണ്ട് സമ്പ്രദായം ഭാഗമാകുമെന്നാണ് വിവരം. ഒന്നിൽ കൂടുതൽ ലിസ്റ്റുകളിൽ നിയമന സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനമാണ് ബോർഡിൽ നിന്നുണ്ടായിരിക്കുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.